പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി നാളെ വിധി പറയും. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയെങ്കിലും ശേഷിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. 6 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കൃപേഷ്, ശരത് ലാൽ എന്നിവരുടെ കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി വിധി പറയുന്നത്. 24 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിൽ അതൃപ്തിയുണ്ടെങ്കിലും ശേഷിക്കുന്ന പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. 24 പ്രതികളിൽ നിന്ന് 14 കുറ്റക്കാരെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിനേക്ക് ശിക്ഷ വിധിക്കുന്നത് 3 ആ ശിക്ഷ നല്ല രീതിയിൽ അവർക്ക് വിധിക്കണം എന്നല്ലേ, നല്ല ശിക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി കോടതി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളെ കുടുംബം കാത്തിരിക്കുകയാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ പ്രതിയാണെന്ന് കണ്ടെത്തിയെങ്കിലും ഗൂഢാലോചന കുറ്റം ചുമത്താത്തതിനാൽ ഇവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കില്ല എന്ന ആശങ്കയും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. അല്ല, അത് വിഷം പിടിച്ച കാര്യം തന്നെ. പക്ഷേ ഇവര് ഗൂഢാലോചന എന്നുള്ള ഒരു വകുപ്പ് അവർ ചേർത്തിട്ടില്ല എന്നുള്ളത് അറിയാം. ഗൂഢാലോചന അല്ല, ഇപ്പോൾ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വകുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഗൂഢാലോചന എന്നൊരു വാക്കോ വകുപ്പോ ഇല്ലെങ്കിലും അവർ ഗൂഢാലോചനയിൽ തന്നെയാണ് ഈ സംഭവം നടന്നു എന്നുള്ളത് വ്യക്തമാകുന്നുണ്ടല്ലോ. കോടതിക്ക് അടക്കം വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ കോടതി അതിന് തക്ക ശിക്ഷ കിട്ടുന്നില്ല, കൊടുക്കും. സമാനതകളില്ലാത്ത രാഷ്ട്രീയ കൊലപാതക കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഇവരെ തൂക്കിലേറ്റണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വിധി വന്ന ശേഷമാകും കുറ്റവിമുക്തരാക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് മലയാളം, കാസർഗോഡ്.